മാർച്ച് 5 കുരിശിൻ്റെ വിശുദ്ധ ജോൺ ജോസഫ്. 1654 സ്വർഗാരോഹണ തിരുനാളിലാണ് ജനിച്ചത്. ഓഗസ്റ്റ് 15 നേപ്പിൾസ് രാജ്യത്തിലെ ഇഷ്യാ ദ്വീപിൽ സമ്പന്നരായ മാതൃകാ ദമ്പതികളായ ജോസഫിനും ലോറയ്ക്കും ഒരു കൊച്ചുകുട്ടി ജനിച്ചു. അതേ ദിവസം തന്നെ സ്നാനമേറ്റു. പുതിയ അതിഥിക്ക് കാർലോ കെയ്റ്റാനോ എന്ന പേര് നൽകി. അവരുടെ 7 ആൺകുട്ടികളിൽ 5 പേർ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. കാർലോ വിശുദ്ധി തേടുന്നതിൻ്റെ ആദ്യകാല സൂചനകൾ ബാല്യത്തിലേ നൽകി. അത് അദ്ദേഹത്തിൻ്റെ കുടുംബം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽ അദ്ദേഹം സദ്ഗുണത്തിൻ്റെ മാതൃകയായിരുന്നു. തൻ്റെ 16-ാം വയസ്സിൽ നേപ്പിൾസിൽ ഫ്രാൻസിസ്കൻ ഓർഡർ ഓഫ് ദ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് അഥവാ അൽക്കൻഡാരയിലെ സെയിൻറ്റ് പീറ്ററിൻ്റെ പരിഷ്കരിച്ച സന്യാസ ഓർഡറിൽ പ്രവേശിച്ചു. തൻ്റെ കൽപ്പനയിൽ അദ്ദേഹം നൽകിയ പരിഷ്കരണം ഇതാണ്: ഏറ്റവും തികഞ്ഞ നിശബ്ദതയും നിഷ്കർഷയോടുകൂടിയ സന്യാസ ജീവിതവും. കാർലോ കെയ്റ്റാനോ എന്ന പേര് ജോൺ ജോസഫ് എന്നാക്കി മാറ്റി. കുരിശിൻ്റെ സെയിൻറ്റ് ജോൺ ജോസഫ് തൻ്റെ സഭാസ്ഥാപകനായ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു ഡീക്കനായി തുടരാൻ ആഗ്രഹിച്ചിരുന്നു. സെമിനാരി പഠനം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ജോൺ ജോസഫിനെ പീഡ്മോണ്ടിൽ ഒരു ആശ്രമം കണ്ടെത്തുവാൻ അയച്ചു. അതിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹം സ്വയം സഹായിക്കുകയും അവിടെ ഏറ്റവും തികഞ്ഞ നിശബ്ദതയും ചിട്ടയാർന്ന സന്യാസക്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഒരു ദിവസം വിശുദ്ധ ജോൺ ജോസഫിനെ കപ്പേളയിൽ തറയിൽ നിന്ന് വളരെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടു. അവൻ തൻ്റെ ആശ്രമത്തിലെ എല്ലാവരുടെയും മറ്റു വിശ്വാസികളുടെയും ഹൃദയം കീഴടക്കി. 1677 തൻ്റെ മേലധികാരികളുടെ നിർബന്ധത്താൽ അനുസരണത്താൽ പുരോഹിതനായി സ്ഥാനമേറ്റു. ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രചോദിതമായ അറിവ് പ്രാർത്ഥനയിലും നിശബ്ദതയിലും അദ്ദേഹം നേടി. തൻ്റെ അമ്മയുടെ മരണനേരത്ത് അവിടെ എത്തിയ ജോണിനെ കണ്ട അമ്മ സന്തോഷിക്കുകയും മകനോടൊപ്പം വീണ്ടും ജീവിക്കാൻ കൊതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അമ്മയുടെ നന്മരണത്തിന് അദ്ദേഹം സഹായിച്ചു. അവളുടെ ആത്മാവിൻ്റെ സാന്ത്വനത്തിനായി കുർബാന അർപ്പിച്ചു. അപ്പോൾ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറുന്നത് ജോൺ കണ്ടു. അതിനുശേഷം അവർ ദൈവത്തെ മുഖാമുഖം ദർശിച്ച് പ്രാർത്ഥിച്ചു. മരണാസന്നയായ അമ്മയെ കാണുവാൻ അദ്ദേഹം ഇഷിയിൽ തിരിച്ചെത്തിയപ്പോൾ നഗരം അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി വാഴ്ത്തി. തൻ്റെ മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ വിശുദ്ധൻ മറ്റൊരു ആശ്രമം സ്ഥാപിക്കുകയും കമ്മ്യൂണിറ്റിക്കായി നിയമങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. അത് മാർപ്പാപ്പയുടെ പരിശുദ്ധ സിംഹാസനവും സ്ഥിരീകരിച്ചു. പിന്നീട് അവൻ സന്യാസത്തിലേക്ക് കടന്നു വരുന്നവരുടെ പരിശീലകനായി തീർന്നു. ജാഗരൂകനും സൗമ്യത നിറഞ്ഞവനും നിരന്തരം ഏക സ്വഭാവമുള്ളവനായി തീർന്നു. കുറച്ചു കാലത്തിന് ശേഷം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്ലെമന്റ് 11-ാമൻ സ്ഥാപിച്ച നേപ്പിൾസ് പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ആയി അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം കഷ്ടപ്പാടുകളുണ്ടായി, പ്രത്യേകിച്ച് നിരവധി അപവാദങ്ങൾ മൂലമുണ്ടായ ധാർമ്മിക കഷ്ടപ്പാടുകൾ. എന്നിരുന്നാലും വിശുദ്ധൻ തൻ്റെ ഉദ്യമങ്ങളിൽ വിജയിച്ചു. അൽക്കൻഡാരയിലെ വിശുദ്ധ പത്രോസ് ഫ്രാൻസിസ്കന്മാർക്ക് കണിശമായ ആചരണത്തിന് നൽകിയ ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും മനോഭാവം തൻ്റെ സഹോദര സന്യാസികളിലും വളർത്തിയെടുക്കുവാൻ നിരന്തരം ശ്രമിച്ചു. ഏറ്റവും മഹത്തായ ഗുണങ്ങളുടെ, പ്രത്യേകിച്ച് വിനയത്തിൻ്റെയും ക്രിസ്തീയ അച്ചടക്കത്തിൻ്റെയും മാതൃക അദ്ദേഹം അവർക്ക് നൽകി. പ്രവചനപരം, അത്ഭുത പ്രവർത്തനപരം പോലെയുള്ള അമാനുഷിക ശക്തി ദൈവം അവൻ്റെ തീഷ്ണതയ്ക്ക് പ്രതിഫലമായി നൽകി. ഒടുവിൽ ദൈവമഹത്വത്തിനു വേണ്ടിയുള്ള അധ്വാനത്താൽ ദഹിപ്പിക്കപ്പെട്ട് അവൻ തൻ്റെ നിത്യപ്രതിഫലത്തിനായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു. തൻ്റെ മരണത്തെക്കുറിച്ച് മാർച്ച് 1 മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം 5 ദിവസത്തിന് ശേഷം ആന്തരിക രക്തസ്രാവ രോഗമായ അപ്പോപ്ലെക്സി ബാധിച്ച് 1734 മാർച്ച് 5 നേപ്പിൾസിലെ തൻ്റെ ആശ്രമത്തിൽ വെച്ച് 84-ാം വയസ്സിലാണ് മരിച്ചത്. ഏതാണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. എണ്ണമറ്റ മരണാനന്തര അത്ഭുതങ്ങൾ വിശുദ്ധൻ്റെ വിശുദ്ധിയും മഹത്വവും സ്ഥിരീകരിച്ചു. 1839 പോപ്പ് ഗ്രിഗറി 16-ാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വചനം പ്രഭാഷകൻ 40-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഏതു മഹത്വത്തെക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ, ഭിഷുവിനെ പോലെ ജീവിക്കരുത്. ഭിഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. വിചിന്തനം: സമ്പന്നതയുടെ മടിത്തട്ടിലാണ് വിശുദ്ധനായ ജോൺ ജോസഫ് ജനിച്ചു വീണത്. എന്നാൽ ആ മാതാപിതാക്കൾ നൽകിയ യഥാർത്ഥ സമ്പത്ത് ക്രിസ്തുവിനെയായിരുന്നു. തങ്ങളുടെ 7 മക്കളിൽ 5 പേരെയും ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി വിട്ടു നൽകിയ ആ മാതാപിതാക്കളെ നമുക്ക് മാതൃകയാക്കാം. എത്ര പേരെ ഉണ്ട് എന്നതല്ല, നാം എന്താണ് ദൈവത്തിന് നൽകുന്നത് എന്നതാണ് നമുക്ക് വേണ്ടി ലഭിക്കാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ആവരണം.
ആ ആവരണം ഈ ലോകത്തിലും പരലോകത്തിലും നമുക്കേവർക്കും ലഭിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ നമ്മുടെ മക്കളെയും പ്രോത്സാഹിപ്പിക്കാം.